നമസ്കാരം. ഉക്രൈൻ യുദ്ധം ഇനി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പോരാട്ടമായി കാണാൻ സാധിക്കില്ല. കാരണം ഓരോ ദിവസവും ഈ യുദ്ധം പുതിയ സഖ്യങ്ങളെയും പുതിയ ശക്തി കേന്ദ്രങ്ങളെയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും പുതിയ സൂചനയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സോൺ ഹുയും തമ്മിൽ ക്രെംലിനിൽ നടന്ന കൂടിക്കാഴ്ച. യുക്രൈനിലെ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തര കൊറിയ നൽകിയ പിന്തുണയ്ക്ക് പുടിൻ നേരിട്ട് നന്ദി അറിയിച്ചതോടെ റഷ്യ ഉത്തര കൊറിയൻ ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് കൂടി കടന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ മറ്റൊരു റഷ്യൻ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങളാണോ നടക്കുന്നതെന്ന ചർച്ചയും അണിയറയിൽ ശക്തമാണ്. റഷ്യൻ സർക്കാർ വാർത്താ ഏജൻസിയായ ടാസ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ജൂലൈ 19 റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പുടിൻ റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ്. ഉക്രൈനെതിരായ റഷ്യയുടെ സൈനിക നടപടികൾക്ക് ഉത്തര കൊറിയ നൽകിയ രാഷ്ട്രീയവും സൈനികവുമായ പിന്തുണയ്ക്ക് ഉത്തര കൊറിയൻ നേതൃത്വത്തിനും ജനങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. അതേസമയം ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സോൺ ഹുയി രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ സമഗ്ര വികസനത്തിന് കിം ജോങ് ഉൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. ചോയുടെ റഷ്യ സന്ദർശനത്തിന് ഔദ്യോഗികമായി പ്രത്യേക കാരണമൊന്നും വിശദീകരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഒരു സംസ്ഥാന ആഘോഷമോ വാർഷിക പരിപാടിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ നടന്ന ഈ സന്ദർശനം കിം ജോങ് ഉന്നിന്റെ റഷ്യ സന്ദർശനത്തിനുള്ള മുന്നൊരുക്കമാണ് എന്ന അഭ്യൂഹങ്ങൾ ശക്തി പകരുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലൗറോവിന്റെ ക്ഷണപ്രകാരമാണ് ചോ റഷ്യയിലെത്തിയതെന്ന് ഉത്തര കൊറിയൻ സർക്കാർ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചെങ്കിലും സന്ദർശനത്തിന്റെ യഥാർത്ഥ അജണ്ടയെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ ദക്ഷിണ കൊറിയ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സിയോളിലെ ഏകീകരണ മന്ത്രാലയം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള എല്ലാ ഉന്നതതല ചർച്ചകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. എന്നാൽ പുടിനും കിമ്മും തമ്മിൽ മറ്റൊരു ഉച്ചകോടിക്ക് തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സർക്കാർ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം കിം വീണ്ടും റഷ്യ സന്ദർശിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഈ അടുത്ത ബന്ധത്തിന് പിന്നിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രൂപപ്പെട്ട തന്ത്രപരമായ സഹകരണമാണ്. 2019 2023 കിം ജോങ് ഉൻ റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ പുടിനുമായി ഉച്ചകോടി നടത്തിയിരുന്നു. പിന്നീട് 2024 ജൂണിൽ പുടിന് നേരിട്ട് ഉത്തര കൊറിയ സന്ദർശിക്കുകയും രണ്ടു രാജ്യങ്ങളും ചരിത്രപരമായി തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണം നേരിട്ടാൽ മറ്റേ രാജ്യം സഹായിക്കുമെന്ന പ്രതിരോധ വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിരുന്നു. ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ റഷ്യ ഉത്തര കൊറിയ പ്രതിരോധ സഹകരണമായാണ് ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം കിം ജോങ് ഉൻ തന്റെ വിദേശ നയത്തിൽ റഷ്യയ്ക്ക് മുൻഗണന നൽകിയിരിക്കുകയാണ് എന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആരോപിക്കുന്നത് പോലെ ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയിരക്കണക്കിന് സൈനികരെയും വൻതോതിൽ പീരങ്കി ഷെല്ലുകളും മിസൈലുകളും മറ്റായുധങ്ങളും നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പകരമായി റഷ്യ റഷ്യ സാമ്പത്തിക സഹായവും ആധുനിക സൈനിക സാങ്കേതിക വിദ്യയും ഉപഗ്രഹ മിസൈൽ വികസനവുമായി ബന്ധപ്പെട്ട അറിവും ഉത്തര കൊറിയയ്ക്ക് കൈമാറുന്നുണ്ട്. ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയിരുത്തൽ ഇപ്രകാരമായിരുന്നു. എന്തായാലും ഈ സഹകരണം ഉത്തര കൊറിയയുടെ സൈനിക ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചേക്കാം എന്ന ആശങ്ക പൊതുവായി ഉയരുന്നുണ്ട്. ഇതെന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.